പാവങ്ങളുടെ ഭക്ഷ്യ സംവിധാനവും ഇപ്പോൾ അവതാളത്തിലായി എന്നാ കേൾക്കണത്. നമ്മുടെ റേഷന്റെ കാര്യമാണേ. വേതനം വർദ്ധിപ്പിക്കാത്തതിൽ റേഷൻ കടക്കാരും സമരത്തിലായി ഇപ്പോൾ. സമരം തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റേഷൻ കടക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മന്ത്രിയുടെ ഉറപ്പിന്മേൽ അവർ സമരവും പിൻവലിച്ചു. 29-ഓ 30-നോ അത് ആലോചിച്ചിട്ട് നീട്ടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നീട്ടിക്കൊടുക്കാം. മാർച്ച് മാസത്തിൽ ഒരു ചർച്ച നടത്തി എത്രയും വേഗം പുതുക്കിയ വേതന പാക്കേജ് പ്രഖ്യാപിക്കാമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നത്തെ മീറ്റിംഗിൽ ഉറപ്പ് നൽകി. എന്തല്ലേ LDF ഭരണകാലം അടിസ്ഥാന വർഗക്കാരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്ന കാലമായി മാറിക്കഴിഞ്ഞു. എറണാകുളം പാർട്ടി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ RSS ശാഖകളാണ് എന്ന് വിമർശിച്ചപ്പോൾ മുണ്ടാട്ടം മുട്ടിയ പിണറായിക്ക് വാക്കുകളേ ഉണ്ടായിരുന്നില്ല. മൗനം വിദ്വാന ഭൂഷണമാണെങ്കിലും സത്യം കേൾക്കുമ്പോൾ എതിർത്ത് പറയാൻ വാക്കുകൾ കിട്ടൂല. കേരളത്തിൻ്റെ ഒരു ഗതികേട്. എല്ലാം സഹിക്കാൻ പാവം ജനവും. നമ്മുടെ ആചാര്യനായ കാറൽ മാർക്സ് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന് രൂപം നൽകാൻ തൻ്റെ ഗുരുവായ ഹെഗലിനെ തലകുത്തി നിർത്തുകയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ പുതിയ വേർഷനാ ഈ കേരള ജനതയോട് വിജയനും ഗോവിന്ദനും ചെയ്യുന്നത്. ബ്ലിങ്ക് തുടരട്ടോ. ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പൊന്നു മോനെ.